എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സൺഡേ ആണല്ലോ, നമ്മളൊക്കെ ആരാധനയ്ക്ക് പോയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക സഭകളിലും ഇന്ന് സങ്കീർത്തനത്തിൽ നിന്നൊരു ശുശ്രൂഷ ഉണ്ടാകും അല്ലേ? സങ്കീർത്തനങ്ങളിൽ നിന്ന് ശുശ്രൂഷിക്കാറുണ്ട്. അപ്പോൾ സങ്കീർത്തനം എന്ന് പറയുമ്പോഴേ നമ്മളുടെ മനസ്സിലോട്ട് ആദ്യം ഓടി വരുന്നത് ആരാണ്? ദാവീദാണ് കടന്നു വരുന്നത് അല്ലേ? അതിൻ്റെ സിംഹഭാഗവും ആരാണ്? ദാവീദിൻ്റെ സങ്കീർത്തനം തന്നെയാണ്. അതിനകത്ത് കോരഹപുത്രന്മാരുണ്ട്, മോശയുടെ ഉണ്ട്, അങ്ങനെ കുറച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി മുഴുവനും ദാവീദിൻ്റെ സങ്കീർത്തനം എന്നാണ് നമ്മളതിനകത്ത് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദാവീദിൻ്റെ ആ ഒരു ജീവിതത്തിൻ്റെ കാലഘട്ടങ്ങൾ, ദാവീദ് അനുഭവിച്ചത്, ദാവീദ് കടന്നുപോയതും ഒക്കെ അതിനകത്ത് നിന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അല്ലേ? അവിടെ നിന്ന് ദൈവം ദാവീദിനെ വിടുവിച്ചതും, എന്നിട്ട് ദാവീദിൻ്റെ സ്തോത്രഗീതം, ദാവീദിൻ്റെ നന്ദി പ്രകടനങ്ങൾ, ഇതെല്ലാം അതിനകത്തുണ്ട്. പാപം ചെയ്തതിന് ശേഷം ദാവീദ് അവസാനം ദൈവത്തോട് നിലവിളിച്ചതും അതെല്ലാം അതിനകത്തുണ്ട്. ദാവീദിൻ്റെ ആ ഒരു വലിയ പ്രൊട്ടക്ഷൻ, ദൈവത്തിൻ്റെ കരുതലും സകലതും അതിനകത്ത് ദാവീദും അങ്ങ് വിവരിച്ചെഴുതി വെച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദിനെ ആശ്രയിക്കുവാൻ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവത്തിൽ മാത്രം ദാവീദ് 100% ആശ്രയിച്ചു. ദൈവം 100% ദാവീദിനെ രക്ഷിച്ചു എന്നും നമ്മൾക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അതിനകത്ത് 35-ാം സങ്കീർത്തനം എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും, ദാവീദിൻ്റെ ഒരു ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നല്ലേ ഒരു നിലവിളി പോലെയാണ് ദാവീദ് ആ ഒരു സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? യഹോവേ, എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ എന്ന് പറഞ്ഞിട്ടാണ് ആ സങ്കീർത്തനം തന്നെ തുടങ്ങുന്നത്. അതിനുശേഷം അതിങ്ങോട്ട് താഴോട്ട് വായിച്ചു വന്നു കഴിയുമ്പോൾ ദാവീദ് പറയുകയാണ്, അവർ ദീനമായി കിടന്നപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഉപവസിച്ചു, രട്ടുടുത്തു, പക്ഷേ അവരെന്താണ്, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചതൊക്കെ എൻ്റെ മാർവിടത്തിലേക്ക് തന്നെ മടങ്ങി വന്നു എന്ന് വെച്ചാൽ അത് അവർക്കെന്താണ്, അവരത് സ്വീകരിക്കുന്നില്ല, അവർക്കതിന് അർഹതയില്ല, അതുകൊണ്ട് അത് എന്നിലേക്ക് തന്നെ മടങ്ങി വന്നു എന്ന് പറഞ്ഞ് ദാവീദിൻ്റെ ഒരു നിസ്സഹായാവസ്ഥ ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവിടെ പകരുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. പലപ്പോഴും നമ്മളുടെയൊക്കെ ജീവിതത്തിലും ഇങ്ങനെയുള്ള അല്ലേ ചില ദൈവത്തോട് നമ്മൾ ചിലതൊക്കെ അങ്ങ് നിലവിളിക്കാറുണ്ട്. കാരണം എന്താണ്? ദൈവമേ, അവരോട് നമ്മൾ ഇത്രയും നന്നായിട്ട് ചെയ്തിട്ട്, അവർക്ക് വേണ്ടി നല്ലത് നമ്മൾ ചെയ്തിട്ട് അവസാനം നമ്മളോട് ഇവരിങ്ങനെയാണല്ലോ അല്ലേ? ചിലപ്പോഴൊക്കെ നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. നമ്മൾ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യും, പക്ഷേ അവരതൊരിക്കലും പോസിറ്റീവായിട്ട് എടുക്കത്തില്ല. അതിനകത്ത് എപ്പോഴും നെഗറ്റീവ് പറഞ്ഞ് അല്ലെങ്കിൽ നമ്മളെ കുത്തുവാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തുന്ന ഒരു സ്വഭാവമായിരിക്കും ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അല്ലേ? നമ്മൾ കരുണ കാണിക്കുന്ന വ്യക്തികൾക്ക് മിക്കപ്പോഴും ഉണ്ടാകാറുള്ളത്. നല്ല ആൾക്കാരുമുണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ ഇതിൻ്റെ ഒരു സിംഹഭാഗവും അങ്ങനെ തന്നെയാണ്. എങ്ങനെ? നമ്മൾ നന്നായിട്ട് മറ്റുള്ളവരോട് പെരുമാറിക്കഴിയുമ്പോൾ അവർ ആ ഒരു നന്മ ഉൾക്കൊള്ളത്തില്ല. നമ്മൾ ചെയ്യുന്ന നന്മ അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തില്ല. നമ്മൾ അവരോട് കാണിക്കുന്ന ആത്മാർത്ഥത അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തില്ല. പകരം അവർ അതിനെ വികലമാക്കി കളയും. എന്ന് വെച്ചാൽ ആ ഒരു വഴി തന്നെ അവർ അടച്ചു കളയും. എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ അല്ലേ, നമ്മൾക്ക് എല്ലാവർക്കും അങ്ങനെയാണ്. തെറ്റ് നമ്മൾക്ക് ഒരു പ്രാവശ്യം പറ്റും, പിന്നെ നമ്മൾ ആ വഴിക്ക് പോകത്തില്ല അല്ലേ? നമ്മളൊരു വ്യക്തിനെ മനസ്സിലാക്കി കഴിഞ്ഞാലും നമ്മളൊരാളോട് കരുണ കാണിച്ചു കഴിയുമ്പോൾ ആ വ്യക്തി അത് അർഹിക്കുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പിന്നെ ആ വ്യക്തി എവിടെ വീണ് കിടന്നാലും നമ്മൾ ആ ഭാഗത്തോട്ട് നോക്കാനേ പോകത്തില്ലല്ലേ? അങ്ങനെ ഒരു ചിന്ത നമ്മളുടെ മനസ്സിലോട്ട് വരും എന്ന് പറയുന്നത് പോലെയാണ്. നമ്മൾ പലപ്പോഴും പലർക്കും നമ്മൾ നന്മ ചെയ്യും, നമ്മൾക്ക് ആവശ്യമുണ്ടായിട്ടല്ല, നമ്മൾ ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല, എങ്കിൽ പോലും നമ്മൾ നന്മ ചെയ്യും. അവർ വിഷമിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അവരോട് ചേർന്ന് നിൽക്കും. ചിലതൊക്കെ നമ്മളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പോലും നമ്മൾ അവരോടൊന്ന് ക്ഷമ പറയുവാനൊക്കെ തയ്യാറാകും. അവരുടെ ഭാഗത്ത് തെറ്റ് വന്നു എന്ന് നമ്മൾക്ക് ബോധ്യമുണ്ടെങ്കിൽ പോലും ഞാനാണ് തെറ്റ് ചെയ്തതെന്ന് അംഗീകരിച്ച് നമ്മൾ അങ്ങോട്ട് ക്ഷമ പറയുവാനൊക്കെ പോകും. പക്ഷേ നമ്മൾക്ക് പിന്നീട് മനസ്സിലാകുന്നത് അതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് വെച്ചാൽ അത് ആവശ്യമില്ലായിരുന്നു എന്നും നമ്മൾക്ക് പിന്നീട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കാരണം അവരുടെ ഓരോ പ്രവർത്തനങ്ങളും അവരുടെ ഓരോ വാക്കുകൾ അവരുടെ ഓരോ വർത്തമാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾക്ക് തോന്നും, അയ്യോ ഇത് വേണ്ടായിരുന്നു എന്നും നമ്മൾക്ക് പലപ്പോഴും തോന്നാറുണ്ടല്ലേ? അങ്ങനെ എത്ര അനുഭവങ്ങളാണ് നമ്മളുടെ ജീവിതത്തിലൊക്കെ വന്നിരിക്കുന്നത്. ചിലരോട് നമ്മൾ ദയ കാണിക്കും, പക്ഷേ അതവരെ അർഹിക്കുന്നില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഓർക്കുക, നമ്മുടെ ദൈവവും ഇത് തന്നെയായിരുന്നു അല്ലേ? ദൈവം ഒത്തിരി കരുണ മനുഷ്യരോട് കാണിച്ചു, എന്നാൽ ആ കരുണ ഒരിക്കലും അർഹിക്കാത്ത മനുഷ്യൻ ദൈവത്തോട് മറുതലിച്ചുകൊണ്ടാണ് ഇന്ന് ജീവിക്കുന്നതല്ലേ എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഇതുപോലെ തന്നെയാണ് ദാവീദിൻ്റെ ജീവിതത്തിലും. എങ്ങനെയാണ്? ദാവീദ് ശൗൽ വീണു, ശൗലിൻ്റെ കൃപ പോയി കഴിഞ്ഞപ്പോഴാണ് ദൈവം ആരെ തിരഞ്ഞെടുത്തത്? ദാവീദിനെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ദാവീദിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ ദാവീദിന് മേൽ രാജകീയ അഭിഷേകം വീണ് കഴിഞ്ഞപ്പോഴും ദാവീദ് ഒരു പൊട്ടനെ പോലെ ദൈവസന്നിധിയിൽ അങ്ങ് വീണ് കിടക്കുകയാണല്ലേ? ശൗൽ രാജാവിനെ പിടിച്ച് താഴെ ഇടണമെന്നുള്ള ചിന്തയൊന്നും ആർക്കില്ല, ദാവീദിനില്ല. പക്ഷേ ശൗലിന് ആ ഒരു ഭയം അങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? എപ്പോഴും എന്നെ വലിച്ച് താഴെ ഇടാനാണോ ഈ ദാവീദ് കളിക്കുന്നത് എന്നുള്ള ഒരു ഭയം എപ്പോഴും ശൗലിനുണ്ടായിരുന്നു. അപ്പോൾ ശൗലിന് ആ ഭയം വന്നപ്പോൾ ശൗൽ
എന്ത് ചെയ്തു? ദാവീദിനെ ശത്രുവായിട്ട് കണ്ടു അല്ലെ, ശത്രുവായിട്ട് മാറ്റി നിർത്തി. എന്നിട്ട് വേറെ ആരെന്ത് ചെയ്യുന്നതും എല്ലാം എങ്ങോട്ടാക്കി? ദാവീദിൻ്റെ തോളിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുവാനായിട്ട് ഈ ശൗല് കളിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ദൈവത്തിന് തന്നെ മനസ്സിലായി ഈ ശൗലിൻ്റെ അടുത്ത് ദാവീദ് കാണിക്കുന്ന ആത്മാർത്ഥതയുടെ ഒരു അംശം പോലും ഈ ശൗല് തിരിച്ച് ദാവീദിന് കൊടുക്കുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? ശൗൽ എന്ന അധ്യായത്തെ തന്നെ അടച്ചു കളയുവാനായിട്ട് ഇടയായി എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിനുശേഷം ദൈവം എന്ത് ചെയ്തു? ദാവീദിനെ രാജകീയ സിംഹാസനത്തിൽ ഇരുത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഇത് അല്ലേ, ഇപ്പോഴും പലപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളുടെയൊക്കെ ചുറ്റുവട്ടങ്ങളിലൊക്കെ, അല്ലെങ്കിൽ നമ്മളൊക്കെ ചേർന്ന് നിൽക്കുന്ന ചില വ്യക്തികളുടെയൊക്കെ ജീവിതത്തിലോട്ട് നമ്മൾ എത്തി നോക്കുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ അവർക്ക് വേണ്ടി നല്ലത് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് നല്ലത് വരുത്തണം എന്ന് വിചാരിച്ചും അവർക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകണം എന്ന് വിചാരിച്ച് ചിലതൊക്കെ നമ്മൾ ചെയ്യും. പക്ഷേ അതവർ അർഹിക്കുന്നില്ല എന്ന് പിന്നീടുള്ള അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവിടെയൊക്കെ നമ്മൾ വിചാരിക്കുമോ, ദൈവമേ വേണ്ടിയിരുന്നില്ല എന്നും പലപ്പോഴും നമ്മൾ ദൈവത്തോട് ചോദിക്കും. ഓരോ സ്റ്റെപ്പുകളല്ലേ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ താഴുന്നത്, നമ്മൾ മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കുന്നതൊക്കെ എന്തിനാണ്? അവരെ വിചാരിച്ചിട്ട് ഒന്നുമല്ല, നമ്മൾ ആരെ വിചാരിച്ചിട്ടാണ്? ദൈവം എന്ന് പറയുന്ന ഒരൊറ്റയാളെ വിചാരിച്ചിട്ടല്ലേ നമ്മുടെ ദൈവത്തിൻ്റെ മുൻപിൽ താഴുന്നതായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ചിലരോട് ക്ഷമ ചോദിക്കുന്നത്, ചിലരോടൊക്കെ നമ്മൾ നിരപ്പ് പ്രാപിക്കുവാനായിട്ട് തയ്യാറാകുന്നതല്ലേ. അത് അവരെ വിചാരിച്ചിട്ടല്ല, അത് ദൈവത്തെ വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അവരത് സ്വീകരിച്ചാലും അവരത് സ്വീകരിച്ചില്ലെങ്കിലും അവർ പിന്നെയും നമ്മളെ ശത്രുപക്ഷത്താണ് നിർത്തുന്നത്, പിന്നെയും നമ്മളെ മുറിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? കാരണം ദൈവം അതൊക്കെ കണക്കിട്ടിട്ടുണ്ടല്ലേ. നമ്മൾ താന്നു കൊടുത്തത്, നമ്മൾ ക്ഷമ ചോദിച്ചത്, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്തത്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, അതൊക്കെ ആര് കണക്കിട്ടിട്ടുണ്ട്? ദൈവത്തിൻ്റെ പുസ്തകത്തിനകത്ത് കറക്റ്റായിട്ട് ദൈവം അത് കണക്കിട്ടിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അയ്യോ വേണ്ടിയിരുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ട. കാരണം നമ്മൾ ചെയ്തത് നല്ലതാണെന്ന് ആര് കണക്കിട്ടിട്ടുണ്ട്? ദൈവം അത് കണക്കിട്ടിട്ടുണ്ട്. കാരണം നമ്മളുടെ ഹൃദയത്തെ മുൾപ്പുകളെയും അറിയുന്നത് ആരാണ്? ദൈവം മാത്രമാണ് അറിയുന്നതല്ലേ, വേറെ ആരും അറിയത്തില്ല. കാരണം പുറത്ത് നിൽക്കുന്നവർ പലരും പല അഭിപ്രായങ്ങൾ കേട്ട് പല രീതിയിൽ പല വിധത്തിൽ കാൽക്കുലേറ്റ് ചെയ്യും. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾക്കറിയാം മനുഷ്യരങ്ങനെയാണ്. അധികാരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലഭിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചില സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ വലിച്ച് താഴെ ഇടുവാനും അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പാര വയ്ക്കുവാനും ഒക്കെ മറ്റുള്ളവരെ ബലിയാടാക്കാനൊക്കെ ഒരുപാട് ആൾക്കാരിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം ആരുടേതാണ്? യഹോവയാം ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ പ്രവർത്തനങ്ങൾ നീതിയാണ്, നമ്മൾ നേരോടെയാണ് നമ്മൾ മുൻപോട്ട് സ്റ്റെപ്പുകൾ വെക്കുന്നത്, നമ്മൾ ചെയ്യുന്നതും ആത്മാർത്ഥതയോടെയാണ് നമ്മൾ എന്തും ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ്? അത് കാണുന്ന കണക്കിടുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം അതിന് കറക്റ്റായിട്ട് അതിൻ്റെ കണക്ക് സൂക്ഷിച്ചു വെച്ച് നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ആർക്ക് വേണ്ടി നിൽക്കുന്നുവോ അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. കാരണം ചിലരങ്ങനെയാണ്, എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാകത്തില്ല, എത്ര നമ്മൾ ആത്മാർത്ഥത കാണിച്ചാലും അവർക്കത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയത്തില്ല. കാരണം അവരെപ്പോഴും എങ്ങനെയാണ്? അവരൊരു കപടതയുടെ ലോകത്ത് അവർ ജീവിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ഈ കപടത കാണിച്ചു വരുന്നവരാണ് എൻ്റെ ചുറ്റും, എന്നോട് കപട സ്നേഹം കാണിച്ചു വരുന്നവരാണ് നേരെ എന്ന് അവർ വിചാരിക്കും. എന്നിട്ട് അവരുടെ കുരുക്കിൽ അവർ ചെന്ന് ചാടും. അവസാനമായിരിക്കും അവർ തിരിച്ചറിയുന്നത്, അവരുടെ പതനം പൂർത്തിയായി കഴിയുമ്പോഴായിരിക്കും അവർ തിരിച്ചറിയുന്നത്, അയ്യോ ഇന്ന വ്യക്തികൾ ഇന്നതായിരുന്നല്ലോ, എന്നോട് ആത്മാർത്ഥത കാണിച്ചവരെ ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ എന്ന് പിന്നീട് ഇവർക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഓർക്കുക അല്ലേ, ഇതൊക്കെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് വരുന്നതല്ലേ, നമ്മൾ ഒത്തിരി അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളാണ്. ഓർക്കുക, എല്ലാത്തിനും കണക്ക് സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മളുടെ ദൈവം ആരാണ്? നമ്മളുടെ ദൈവം വെട്ടിത്തിരുത്തലുകൾ വരുത്തുന്ന ദൈവമല്ല. നമ്മളുടെ ദൈവം കറക്റ്റ് കണക്ക് സൂക്ഷിക്കുന്ന ദൈവമാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. നമ്മളുടെ ഹൃദയത്തെ മുൾപ്പൂവുകളെ മറിയുന്ന ദൈവത്തിൻ്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇനിയും എന്ത് ചെയ്യണം? നന്മ ചെയ്ത് തന്നെ നമ്മൾ മുൻപോട്ട് പോകണം. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ മറ്റുള്ളവരെ നോക്കണ്ട, അവർ തരുന്ന പ്രതിഫലം നോക്കണ്ട, അവർ നമ്മളോട് കാണിക്കുന്ന പോസിറ്റീവായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റിയെ നമ്മൾ നോക്കിയിരിക്കേണ്ട. നമ്മൾ എന്ത് നോക്കിയാൽ മതി? ദൈവത്തെ മാത്രം നോക്കിയാൽ മതി. ദൈവം നമ്മളുടെ മനസ്സ് കാണുന്നുണ്ട്. അതുകൊണ്ട് ആ ദൈവം എന്താണ്? ദൈവം നമ്മളുടെ കൂട്ടത്തിൽ തന്നെ നിൽക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. നമ്മൾക്ക് കണക്കിടുന്നതും മാർക്കിടുന്നതും ആരാണ്? നമ്മളുടെ ദൈവമാണ്. നമ്മളെ ജീവൻ തന്ന് എല്ലാം അറിയുന്ന ദൈവമല്ലേ. യഹോവയാം ദൈവത്തിൻ്റെ കണ്ണ് ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവം എല്ലാം കാണുന്നുണ്ട്. ഹൃദയത്തിൽ നമ്മൾ നിരൂപിക്കുന്ന നിരൂപണങ്ങൾ പോലും ഇന്നതാണെന്ന് ആരറിയുന്നുണ്ട്? നമ്മളുടെ ദൈവം അറിയുന്നുണ്ട്.
അറിയുന്നുണ്ട് എന്നുള്ളത് നമ്മൾക്ക് വലിയൊരു പ്രിവിലേജാണ് അല്ലേ. കാരണം എന്താണ്, മനുഷ്യർക്ക് നമ്മളെ മനസ്സിലാകത്തില്ല. അവർക്ക് എത്ര നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അവർക്കത് മനസ്സിലാകത്തില്ല. അവർക്ക് ഒന്നും മനസ്സിലാകത്തില്ല. അവസാനം അവർക്ക് പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോഴേ അവർ പഠിക്കത്തുള്ളൂ. പക്ഷേ നമ്മളുടെ ദൈവം അങ്ങനെയാണോ? അല്ല. ദൈവം എന്താണ്? ദൈവം എല്ലാം അറിയുന്നുണ്ടല്ലേ, എല്ലാം കാണുന്നുണ്ട്. ദൈവം കറക്റ്റായിട്ട് എല്ലാത്തിനും മാർക്ക് ചെയ്ത് പോകുന്ന ദൈവമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ മാത്രം നമ്മൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കണം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മളിങ്ങനെ നമ്മളുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും വാക്കുകളെയും എല്ലാം നമ്മൾ ഏകോപിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ നമ്മൾ തയ്യാറായാൽ എന്താണ്, അവസാന ജയം നമ്മൾക്ക് തന്നെ ദൈവം തരുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.